ഹലോ എവരിവൺ. UPSC പ്രിലിംസിന് എല്ലാ വർഷവും 10 മുതൽ 15 ചോദ്യങ്ങൾ എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി സബ്ജക്റ്റിൽ നിന്ന് വരാറുണ്ട്. അതിൽ 2-3 ചോദ്യങ്ങൾ സ്ഥിരമായി സ്പീഷീസിനെ പറ്റിയാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ UPSC റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരു സ്പീഷീസിനെ പിക്ക് ചെയ്ത് അതിനെപ്പറ്റി ചോദിക്കുകയല്ല ചെയ്യുന്നത്. പകരം ന്യൂസ് പേപ്പറിലും മറ്റ് പീരിയോഡിക്കൽസിലും റിപ്പീറ്റഡ്ലി ആ ഒരു വർഷം ന്യൂസിൽ വന്നിട്ടുള്ള സ്പീഷീസിനെയാണ് UPSC പിക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുവാൻ പോകുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിൽ റിപ്പീറ്റഡ്ലി ന്യൂസ് പേപ്പറിലും മറ്റ് പീരിയോഡിക്കൽസിലും വന്നിട്ടുള്ള സ്പീഷീസ് ഇൻ ന്യൂസ് ആണ്. സോ സ്റ്റാർട്ട് വിത്ത് ദി സ്പീഷീസ് ഇൻ ന്യൂസ്. അപ്പോൾ ഈ സ്പീഷീസ് ഇൻ ന്യൂസ് പഠിക്കുമ്പോൾ നമുക്ക് ധാരാളം ഇൻഫർമേഷൻ നമ്മൾ ഒരു സ്പീഷീസിനെ പറ്റി പഠിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. UPSC പൊതുവെ ചോദിക്കുന്നത് ചില ലൈക്ക് ബേസിക് പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്പീഷീസ് ആണെങ്കിൽ ആ സ്പീഷീസ് എന്തുകൊണ്ട് ആ വർഷം അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ന്യൂസിൽ വന്നു, എവിടെയൊക്കെയാണ് ആ സ്പീഷീസിനെ കൂടുതൽ ഡിസ്ട്രിബ്യൂട്ടഡായി കാണാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് ആ സ്പീഷീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ലൈക്ക് ഓരോ സ്പീഷീസിന് ഓരോ സ്വഭാവങ്ങൾ ഉണ്ടാവുമല്ലോ, എന്തൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ആ സ്പീഷീസിന്റെ കറന്റ് കൺസർവേഷൻ സ്റ്റേറ്റസ് എന്താണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ IUCN റെഡ് ലിസ്റ്റ് അല്ലെങ്കിൽ സൈറ്റ്സിലെ ഇത് അപ്പൻഡിക്സ് ആണ്, അല്ലെങ്കിൽ WPA വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലെ ഇത് ഷെഡ്യൂൾ ആണ്, അങ്ങനെ ഒരു കൺസർവേഷൻ സ്റ്റാറ്റസ് എന്താണ്. ഇങ്ങനെ 3-4 പാരാമീറ്റേഴ്സ് വെച്ചിട്ട് വേണം നമ്മൾ ഓരോ സ്പീഷീസിനെയും അപ്രോച്ച് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ നിങ്ങളൊരു സ്പീഷീസിനെ പറ്റി പഠിക്കുമ്പോൾ ആ പെർട്ടിക്കുലർ സ്പീഷീസ് ഒന്ന് ഗൂഗിൾ ചെയ്തുകൊണ്ട് അതിന്റെ ചിത്രം കൂടി ഒന്ന് നോക്കി വെക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്. ലൈക്ക് നമുക്ക് അധികം പരിചിതമല്ലാത്ത സ്പീഷീസിന്റെ പേരുകളൊക്കെ പഠിക്കുമ്പോൾ ആ ചിത്രം ഒന്ന് നോക്കി വെച്ചാൽ നമുക്ക് വിഷ്വലി ഓർത്ത് വെക്കാൻ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് വിൽ ഗോ ത്രൂ സം ഇമ്പോർട്ടന്റ് സ്പീഷീസ് ദാറ്റ് വാസ് ഇൻ ന്യൂസ് ഇൻ ലാസ്റ്റ് ഇയർ. ഓക്കെ, നമുക്ക് തുടങ്ങാം. സോ വി ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ദി ഫസ്റ്റ് വൺ. ആദ്യം നമ്മളോട് നോക്കുവാൻ പോകുന്നത് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് റെഡ് പാൻഡ. റെഡ് പാൻഡ എന്ന സ്പീഷീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ റിഗാർഡിംഗ് റെഡ് പാൻഡ, ആ സ്പീഷീസിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയായിരിക്കും, എസ്പെഷ്യലി ഇന്ത്യയുടെ ഈസ്റ്റേൺ ഹിമാലയൻ ഭാഗത്ത് കാണുന്ന സ്പീഷീസ് ആണ് റെഡ് പാൻഡ എന്ന് പറയുന്നത്. ദേ ആർ യൂഷ്വലി ഫൗണ്ട് ഇൻ ദി ഈസ്റ്റേൺ ഹിമാലയൻ റീജിയൻ. ഓക്കെ, സോ യു ക്യാൻ സീ നമ്മുടെ നോർമൽ ജയന്റ് പാണ്ടയിൽ നിന്ന് വ്യത്യാസമാണ് റെഡ് പാൻഡ. IUCN റെഡ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ദേ ആർ എൻഡേഞ്ചേർഡ് കാറ്റഗറിയാണ്. സൈറ്റ്സിലാണെങ്കിൽ അപ്പൻഡിക്സ് 1. ഓക്കെ, IUCN എൻഡേഞ്ചേർഡ്, സൈറ്റ്സ് അപ്പൻഡിക്സ് 1. ദെൻ WPA ആണെങ്കിൽ ഷെഡ്യൂൾ 1 ആണ്. അപ്പൊ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ്, എൻഡേഞ്ചേർഡ് ആണ്, അപ്പൻഡിക്സ് 1 ആണ്, ഷെഡ്യൂൾ 1 ആണ് റെഡ് പാൻഡയുടെ കൺസർവേഷൻ സ്റ്റേറ്റസ്. അപ്പൊ നമുക്ക് ഇവരെ പറ്റി കൂടുതലായുള്ള അവരുടെ ക്യാരക്ടേഴ്സ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. റിഗാർഡിംഗ് റെഡ് പാൻഡ, ഇതിപ്പോ ന്യൂസിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെന്റ് 2 റെഡ് പാൻഡയെ നമ്മൾ ഇന്ത്യയിലെ ഒരു നാഷണൽ പാർക്കിലേക്ക്, ഒരു സുവോളജിക്കൽ പാർക്കിലേക്ക് കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. അതായത് വി ഇൻട്രൊഡ്യൂസ് 2 റെഡ് പാൻഡാസ് ഓഫ് റോട്ടർഡാം സൂ ടു ദി പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക്. അതായത് ഡാർജിലിംഗ് വെസ്റ്റ് ബംഗാളിലെ പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്കിലേക്ക് നമ്മൾ റോട്ടർഡാം നെതർലാൻഡ്സിൽ നിന്ന് 2 റെഡ് പാൻഡാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടായി. അതുകൊണ്ടാണ് റെഡ് പാൻഡാസ് ഇപ്പൊ ന്യൂസിൽ വരാൻ കാരണം. It is also known as the lesser panda, which is primarily a herbivorous, shy, solitary and arboreal animal. Red panda നോക്കി കഴിഞ്ഞാൽ ലെസർ പാണ്ട എന്ന് അറിയപ്പെടുന്നു. കാരണം മറ്റേ ജയന്റ് പാണ്ടയുണ്ട്, യു മൈറ്റ് ഹാവ് സീൻ, ലൈക്ക് വൈറ്റ് ബ്ലാക്ക് കളറിലുള്ള ചൈന ഭാഗത്തൊക്കെ കാണുന്ന ജയന്റ് പാണ്ടാസ് ഉണ്ട്. അപ്പൊ ഇത് ലെസർ പാണ്ടയാണ്. ദേ ആർ ഹെർബിവോറസ്. റെഡ് പാണ്ടാസ് ആർ ഹെർബിവോറസ്. അങ്ങനെ ക്യാരക്ടേഴ്സ് ചോദിക്കാറുണ്ട്. ആൻഡ് സോളിറ്ററി, അതായത് പൊതുവെ ഒറ്റയ്ക്ക് നടക്കാൻ പ്രിഫർ ചെയ്യുന്ന ആർബോറിയൽ ആനിമൽ. ആർബോറിയൽ ആനിമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മരത്തിൽ കയറി നടക്കുന്ന ഒരു ആനിമൽ ആണ്. It uses its long bushy tails for balance and cover them in winter, presumably for warmth. അവർക്ക് ഒരു ലൈക്ക് അവരുടെ ടെയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പിക്ചറിൽ, ലൈക്ക് വളരെ ഫർം നിറഞ്ഞ ഒരു ടെയിലാണ്. അപ്പൊ അതിന്റെ ടെയിൽ അവർ ബാലൻസിനും അതേപോലെ തന്നെ വിന്റർ ടൈമിൽ വാംത്തിനും വേണ്ടി ഉപയോഗിക്കുന്നു. It is considered as an indicator species for ecological change. അതായത് അവിടുത്തെ എക്കോളജിക്കൽ കണ്ടീഷനിൽ മാറ്റം വരുമ്പോൾ ഒബ്വിയസ്ലി ഈ സ്പീഷീസിൽ അവിടുന്ന് ലൈക്ക് കാണാതായി കുറഞ്ഞുകൊണ്ടേയിരിക്കും. സോ ഇൻഡിക്കേറ്റർ സ്പീഷീസ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ എവിടെയാണ് ഡിസ്ട്രിബ്യൂഷൻ? റെഡ് പാൻഡ ബേസിക്കലി ഇന്ത്യയിൽ ഉണ്ടോ അല്ലെങ്കിൽ ഇന്ത്യയിലല്ലാതെ വേറെ എവിടെയൊക്കെ കാണാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഫൗണ്ട് ഇൻ മൗണ്ടൈനിയസ് ഫോറസ്റ്റ് ഓഫ് ഭൂട്ടാൻ, ചൈന, ഇന്ത്യ, മ്യാൻമാർ ആൻഡ് നേപ്പാൾ. അതായത് ആ ഹിമാലയൻ സ്റ്റേറ്റ്സിലും ഇന്ത്യയിലാണെങ്കിൽ നമ്മുടെ ഈസ്റ്റേൺ ഹിമാലയൻ റീജിയൻസിലുമാണ് നമുക്ക് പൊതുവെ ഈ പെർട്ടിക്കുലർ റെഡ് പാൻഡയെ കൂടുതലായിട്ട് കാണാൻ പറ്റുക. അപ്പൊ എവിടെയൊക്കെയാണ്? ഭൂട്ടാൻ, ചൈന, ഇന്ത്യ, മ്യാൻമാർ ആൻഡ് നേപ്പാൾ. ഇന്ത്യയിൽ മേജർലി 2 നാഷണൽ പാർക്സിലാണ് കൂടുതൽ കാണാൻ പറ്റുന്നത്. ബാക്കിയുള്ളടത്ത് ഇല്ലാന്നല്ല, ലൈക്ക് സിംഗലീല നാഷണൽ പാർക്ക് ആൻഡ് ദംദഫ നാഷണൽ പാർക്ക്, ഇവിടെ 2 മേജർലി കാണാൻ പറ്റുന്നത്. ഇത് കൂടാതെ റെഡ് പാൻഡ ഈസ് ഓൾസോ ദി സ്റ്റേറ്റ് ആനിമൽ ഓഫ് സിക്കിം. സിക്കിമിന്റെ സ്റ്റേറ്റ് ആനിമൽ ആണ് റെഡ് പാൻഡ. ഓക്കെ, അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് അവരെ പറ്റി ഓർത്ത് വെക്കണം. റെഡ് പാണ്ടയെ പറ്റി അർബോറിയൽ ആണ്, അല്ലെങ്കിൽ ലെസർ പാണ്ട എന്നറിയപ്പെടുന്നു, ഹെർബിവോറസ് ആണ്, എവിടെയാണ് കാണാൻ പറ്റുന്നത്, അതേപോലെ തന്നെ എന്തുകൊണ്ട് ന്യൂസിൽ വന്നു, അതുപോലെ കൺസർവേഷൻ സെറ്റ്സ് നമ്മൾ നോക്കി. അപ്പോ ഇതാണ് റെഡ് പാണ്ട. രണ്ടാമത് we are going to see regarding Indian grey wolf. Okay, Indian grey wolf.
ഇന്ത്യൻ ഗ്രേ വൂൾഫ്, വൂൾഫ് എന്ന് പറഞ്ഞാൽ ചെന്നായ. അപ്പൊ ഇന്ത്യൻ ഗ്രേ വൂൾഫ് ഒരു പ്രത്യേക സ്പീഷീസ് ആണ്. ഇതിന്റെ IUCN സ്റ്റാറ്റസ് നോക്കി കഴിഞ്ഞാൽ ലീസ്റ്റ് കൺസേൺ എന്ന് പറഞ്ഞാൽ ത്രെറ്റൻഡ് അല്ല, അപ്പൊ അത്രയും പ്രശ്നമില്ലാത്ത ആളാണ്. സൈറ്റ്സിൽ അപ്പൻഡിക്സ് 1 ആണ്. WPA ഷെഡ്യൂൾ 1 ആണ്. അപ്പോ നമ്മൾ പഠിക്കുന്ന ഒട്ടുമിക്ക സ്പീഷീസും WPA ഷെഡ്യൂൾ 1 തന്നെയായിരിക്കും. അപ്പൊ ഷെഡ്യൂൾ 1 അല്ലാത്ത ആരൊക്കെയുണ്ട് എന്നുള്ളതൊന്ന് നോക്കി വെച്ചാൽ മതി. സൈറ്റ്സിലും ഒട്ടുമിക്കത് അപ്പൻഡിക്സ് 1 തന്നെയായിരിക്കും. അപ്പൊ 1 അല്ലാത്ത ആരൊക്കെയുണ്ട് അതൊന്ന് നോക്കി വെച്ചാൽ മതിയാവും. അപ്പൊ ഇന്ത്യൻ ഗ്രേ വൂൾഫ് ബേസിക്കലി ന്യൂസിൽ വരാൻ 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, an Indian grey wolf gave birth to 8 pups in Karnataka's first wolf sanctuary, that is Bankapur Wolf Sanctuary. കർണാടകയിൽ ആദ്യമായിട്ട് ഒരു വോൾഫ് സാങ്ച്വറി നമ്മൾ കൊണ്ടുവരേണ്ടത്, ദാറ്റ് ഇസ് ബങ്കപ്പൂർ വോൾഫ് സാങ്ച്വറി. അവിടുത്തെ ഒരു ഗ്രേ വൂൾഫ് 8 പപ്സിന് ജന്മം കൊടുത്തു എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ബങ്കപ്പൂർ വോൾഫ് സാങ്ച്വറി എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണെന്ന് പറയാൻ പറ്റണം, കർണാടകയിലാണെന്ന് പറയാൻ പറ്റണം. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരും. ദെൻ മറ്റൊരു കാര്യം ഈസ് ഓപ്പറേഷൻ ഭേദിയ. ഓക്കെ, ഓപ്പറേഷൻ ഭേദിയയും ഇന്ത്യൻ ഗ്രേ വൂൾഫുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഓപ്പറേഷൻ ഭേദിയ ന്യൂസിൽ വന്നു, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്പീഷീസുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുക ആ സ്പീഷീസിനെ കൺസർവ് ചെയ്യാനോ പ്രൊട്ടക്ട് ചെയ്യുവാനോ ഉള്ള ഒരു ഓപ്പറേഷൻ ആണെന്ന്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഓപ്പറേഷൻ ഒലിവിയ എന്ന് പറയുമ്പോൾ ഒലിവ് റില്ലി ടേർട്ടിൽസിനെ കൺസർവ് ചെയ്യാനുള്ളതാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, ഓപ്പറേഷൻ ഭേദിയ ഇന്ത്യൻ ഗ്രേ വൂൾഫിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതല്ല. പകരം എന്താ, it aims to capture and neutralize a pack of wolves responsible for attacks on humans. യുപിയിലും പല ഭാഗത്തും ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്യുന്ന വൂൾഫ് പാക്കുകളെ ന്യൂട്രലൈസ് ചെയ്യുന്ന ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ഭേദിയ. അതായത് ഈ വൂൾഫിൽ നിന്ന് ഹ്യൂമൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്, ഓപ്പറേഷൻ ഭേദിയ. അപ്പൊ ഇത് രണ്ടുമാണ് ന്യൂസിൽ വരാൻ കാരണം. അപ്പൊ ഓപ്പറേഷൻ ഭേദിയ എന്താണെന്ന് നോക്കി വെക്കുക. അതേപോലെ തന്നെ ബങ്കപ്പൂർ വോൾഫ് സാങ്ച്വറി എവിടെയാണെന്ന് നോക്കി വെക്കാം. സോ റിഗാർഡിംഗ് wolves, it travels in small packs and is less vocal than other variants. They are nocturnal and hunt from dusk to dawn. അതായത് വൂൾഫ് നമുക്കറിയാം, യൂഷ്വലി ട്രാവൽസ് ഇൻ പാക്സ് അല്ലെ, കൂട്ടമായിട്ട് നടക്കുക. അപ്പൊ ഒരു ചെറിയ ചെറിയ പാക്സ് നടക്കുന്നതാണ് ഇന്ത്യൻ ഗ്രേ വൂൾഫ്. ആൻഡ് ലെസ് വോക്കൽ ആണ്. അതായത് മറ്റു വൂൾഫ് നമ്മൾ ചെന്നായി എപ്പോഴും രാത്രി ഓരിയിടുന്നതായിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ, ലെസ് വോക്കൽ ആണ്. അതേപോലെ they are nocturnal. നൊക്ടേണൽ എന്ന് പറഞ്ഞാൽ എന്താ, രാത്രി, ലൈക്ക് അവരുടെ മേജർ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ രാത്രി ആയിരിക്കും. അപ്പൊ രാത്രിയിൽ ഹണ്ട് ചെയ്ത് നടക്കുന്നവരാണ് എന്താ ഇന്ത്യൻ ഗ്രേ വൂൾഫ്. ഓക്കെ, സോ ഹാബിറ്റാറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഡോമിനൻസ് it inhabits areas dominated by scrub, grasslands and semi-arid pastoral agro ecosystem. They live in warmer condition. അത്യാവശ്യം ചൂടുള്ള സെമി ആരിഡ് കണ്ടീഷൻസിലാണ് ആര് ജീവിക്കുക, ഇന്ത്യൻ ഗ്രേ വൂൾഫ് ജീവിക്കുക. അതായത് സെമി ആരിഡ് മീൻസ് അത്ര തിക് ഫോറസ്റ്റും അല്ല, ഗ്രാസ് ലാൻഡ് ടൈപ്പ്, നമ്മൾ സാവന്ന ടൈപ്പ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ കണ്ടീഷൻസിലാണ് ആര് കൂടുതൽ വളരുന്നത്, ഇന്ത്യൻ ഗ്രേ വൂൾഫ് വളരുന്നത്. ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ റേഞ്ച് ദാറ്റ് എക്സ്റ്റെൻഡ്സ് from the Indian subcontinent to Israel. അപ്പൊ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഓൾമോസ്റ്റ് ഇസ്രായേൽ വരെ അത്രയും ദൂരം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട് എന്ത്, ഇന്ത്യൻ ഗ്രേ വൂൾഫിന്റെ ഡിസ്ട്രിബ്യൂഷൻ. They are monogamous and follow male dominance hierarchy. മോണോഗാമസ് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താ, സിംഗിൾ പാർട്ണർ മാത്രം ഉള്ളതാണ്. അതേപോലെ മെയിൽ ഡോമിനൻസ് ആണ്, അവരുടെ ഹൈറാർക്കിയിൽ മെയിൽ ഡോമിനൻസ് ആണ് വരുന്നത്. വൺ സിഗ്നിഫിക്കന്റ് വൂൾഫ് സാങ്ച്വറി ഈസ് മൊഹദ്വനർ വൂൾഫ് സാങ്ച്വറി ഇൻ ജാർഖണ്ഡ്. ബങ്കപ്പൂർ അല്ലാതെ മൊഹദ്വനർ വൂൾഫ് സാങ്ച്വറി ജാർഖണ്ഡ് മറ്റൊരു വൂൾഫ് സാങ്ച്വറി റിഗാർഡിംഗ് ഇന്ത്യൻ ഗ്രേ വൂൾഫ്. അടുത്ത സ്പീഷീസ് ഏഷ്യാറ്റിക് ലയൺ. എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഏഷ്യാറ്റിക് ലയൺ അല്ലെ. IUCN നോക്കിക്കഴിഞ്ഞാൽ വൾണറബിൾ ആണ്. IUCN റെഡ് ലിസ്റ്റ് ഓഫ് ഏഷ്യാറ്റിക് ലയൺ വൾണറബിൾ ആണ്, ശ്രദ്ധിക്കുക. ആൻഡ് സൈറ്റ്സ് അപ്പൻഡിക്സ് 1 ഷെഡ്യൂൾ 1 ആണ് WPA. അപ്പൊ നമ്മൾ പൊതുവെ ലയൺ എടുക്കുമ്പോൾ നമ്മൾ ക്രിട്ടിക്കലി എൻഡേഞ്ചർ ആണ് എടുക്കും. കാരണം നമ്മൾ ആലോചിക്കുമ്പോൾ ഗിർ നാഷണൽ പാർക്കിൽ മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എണ്ണം കുറവായിരിക്കും എടുക്കും. അല്ല, വൾണറബിൾ ആണ് നമ്മുടെ ഏഷ്യാറ്റിക് ലയൺ എന്ന് പറയുന്നത്. അപ്പൊ ഏഷ്യാറ്റിക് ലയൺ ന്യൂസിൽ വരാൻ കാരണം ലൈക്ക് ദർ വാസ് ഒരു സ്റ്റഡി വന്നിരുന്നു. സ്റ്റഡി വരുന്നത് എന്താ വെച്ചാൽ ദി ഏഷ്യാറ്റിക് ലയൺസ് ഇൻ ഗുജറാത്ത് co-exist with humans through mutual adaptation, legal protection and economic incentives among others. അതായത് ഗുജറാത്തിലെ നമ്മുടെ ഏഷ്യാറ്റിക് ലയണും ഹ്യൂമൻസും co-exist ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇതുകൂടാതെ മറ്റൊന്ന് 6 ഏഷ്യാറ്റിക് ലയൺസ് ഹാവ് മൈഗ്രേറ്റഡ് ഫ്രം ഗിർ ടു ബാർദ വൈൽഡ് ലൈഫ് സാങ്ച്വറി. അപ്പൊ ബാർദ വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെ എന്ന് പറയണം, ഗുജറാത്തിൽ തന്നെയാണ്. അപ്പൊ ഗിറിൽ നിന്ന് ബാർദയിലേക്ക് 6ഓളം ലയൺസ് മൈഗ്രേറ്റ് ചെയ്തൊരു ന്യൂസും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ലയൺസിന് നമുക്ക് അറിയാലോ, അവരുടെ ഹാബിറ്റാറ്റിനെ പറ്റി കൂടുതലൊന്നും പറയാനില്ല. എവിടെയാണ്, കൺഫൈൻഡ് ടു ദ ഗിർ നാഷണൽ പാർക്ക് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ് എൻവയോൺമെന്റ് ഇൻ ഗുജറാത്ത് സൗരാഷ്ട്ര ഡിസ്ട്രിക്ട്. ഗുജറാത്തിലെ ഗിർ നാഷണൽ പാർക്കിനെയും അതിനെ സറൗണ്ട് ചെയ്യുന്ന റീജിയൻസിലുമാണ് എന്ത്, നമ്മുടെ ഏഷ്യാറ്റിക് ലയൺസ് ഉള്ളത്. ആൻഡ് ഏഷ്യാറ്റിക് ലയൺസ് മാത്രമല്ല, നമുക്കറിയാം വേൾഡിൽ വി ഓൾസോ ഹാവ് ആഫ്രിക്കൻ ലയൺസ്. ഏഷ്യാറ്റിക് ലയൺസിനെയും ആഫ്രിക്കൻ ലയൺസിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏഷ്യാറ്റിക് ലയൺസ് ആർ സ്ലൈറ്റ്ലി സ്മോളർ ദാൻ ആഫ്രിക്കൻ ലയൺസ്. ആഫ്രിക്കൻ ലയൺസ് ആണെങ്കിൽ കുറച്ചുകൂടി ചെറുതാണ് ഏഷ്യാറ്റിക് ലയൺസ് എന്ന് പറയുന്നത്. ഇൻ കോൺട്രാസ്റ്റ് ടു ആഫ്രിക്കൻ ലയൺ, ഏഷ്യാറ്റിക് ലയൺ ഹാവ് എ ലോഞ്ചിറ്റ്യൂഡിനൽ ഫോൾഡ് ഓഫ് സ്കിൻ റണ്ണിംഗ് അറൌണ്ട് ഇറ്റ്സ് ബെല്ലി.
ലൈക്ക് അതിന്റെ വയറിന്റെ ഭാഗത്തായിട്ട് ലൈക്ക് ഇങ്ങനെ മടക്കുകളുണ്ട്. ആർക്ക്? ഏഷ്യാറ്റിക് ലയൺ. അത് ആർക്കില്ല? ആഫ്രിക്കൻ ലയൺ ഇല്ല. The fur color ranges from ruddy tawny with black speckles to sandy or buff gray, sometimes with silvery sheen in certain lights. അതായത് ഒരു കുറച്ചൊരു ഡാർക്കർ ആയ ബ്രിക്ക് റെഡ് കളർ മുതൽ, അവരുടെ ഹെയറിന്റെ കളർ പറയുന്നത് ബ്രിക്ക് റെഡ് മുതൽ ചില സ്ഥലത്ത് ഒരു ഡാർക്ക് ലൈക്ക് ഒരു ഗ്രേ കളർ വരെ ചിലപ്പോൾ എന്താണ് ഇവരുടെ ലൈക്ക് നമ്മൾ ഈ സിംഹത്തിന്റെ സട എന്നൊക്കെ പറയുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടുത്തെ ഹെയർ കളർ ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ, അതാണ് ഏഷ്യാറ്റിക് ലയൺ. ഏഷ്യാറ്റിക് ലയൺ പൊതുവെ ലൈക്ക് കഴിഞ്ഞ വർഷം ചോദിച്ചിരുന്നതാണ്. അത് മാത്രമല്ല ലൈക്ക് ഗിറിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള ബേസിക് ഡീറ്റെയിൽസ് തന്നെയേ ഉള്ളൂ, അല്ലെങ്കിൽ കൺസർവേഷൻ സ്റ്റാറ്റസ് ചോദിക്കുന്നത്. അത് ഒട്ടുമിക്ക ആൾക്കാർ പഠിക്കുന്നതാണ്. ഓക്കെ, ഏഷ്യാറ്റിക് ലയണിന് ശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് ദാറ്റ് ഈസ് നീൽഗിരി താർ. ഓക്കെ, വി ഗോയിങ് ടു സീ റിഗാർഡിംഗ് നീൽഗിരി താർ. നീൽഗിരി താർ നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സ്ഥലം ഏതാണ്? നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സ്ഥലം വെസ്റ്റേൺ ഗഡ്സ് ആണ്. വെസ്റ്റേൺ ഗഡ്സിൽ ഇരവിക്കുളം നാഷണൽ പാർക്കിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് നമുക്കറിയാം അല്ലെ, വരയാട് എന്ന് പറയുന്നത്. ആൻഡ് നീൽഗിരി താർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട വാക്ക് എൻഡമിക് ടു വെസ്റ്റേൺ ഗഡ്സ് എന്നുള്ളതാണ്. എൻഡമിക് വെസ്റ്റേൺ ഗഡ്സ് എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഗഡ്സിലേക്ക് മാത്രം ഒതുങ്ങി അവിടെ മാത്രം കാണപ്പെടുന്ന ആളാണ് ആര്? നീൽഗിരി താർ എന്ന് പറയുന്നത്. അപ്പൊ IUCN റെഡ് ലിസ്റ്റ് നോക്കിയാൽ എൻഡേഞ്ചേർഡ് ആണ് കേട്ടോ. ഓക്കെ, IUCN സ്റ്റാറ്റസ് എൻഡേഞ്ചേർഡ് ആണ്. സൈറ്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നോട്ട് ലിസ്റ്റഡ്. നോട്ട് ലിസ്റ്റഡ് ഇൻ ദ സെൻസ് കാരണം ലൈക്ക് വേറെ എവിടെയും ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ, അപ്പൊ പിന്നെ സൈറ്റ്സിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല, നോട്ട് ലിസ്റ്റഡ് ആണ്. WPA പ്രകാരം ഷെഡ്യൂൾ 1. അപ്പൊ നമ്മൾ പറയുന്ന ഒക്കെ തന്നെ ഇപ്പൊ എന്താ ഷെഡ്യൂൾ 1 ആണ്. അപ്പൊ ഷെഡ്യൂൾ 1ൽ ഉൾപ്പെടുന്നതുകൊണ്ട് ലൈക്ക് അതെല്ലാം അങ്ങനെ തന്നെ പഠിച്ചു പോയാൽ മതി. ഓക്കെ, ഷെഡ്യൂൾ 1 ആണ് വരുന്നത്. അപ്പൊ നീലഗിരി താർ നോക്കിക്കഴിഞ്ഞാൽ ആസ് ഐ സെഡ് എൻഡമിക് ടു ദി സൗതേൺ വെസ്റ്റേൺ ഗഡ്സ് പ്രൈമർലി ഇൻ ദി സ്റ്റേറ്റ്സ് ഓഫ് തമിഴ്നാടു ആൻഡ് കേരള. അപ്പൊ സദേൺ പാർട്ട് ഓഫ് വെസ്റ്റേൺ ഗഡ്സിലാണ് നീലഗിരി താർ ഉള്ളത്. എസ്പെഷ്യലി എവിടെയാണ്? കേരള, തമിഴ്നാടു സ്റ്റേറ്റ്സിലാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത്. അറിയാം, നീലഗിരി താർ ത്രൈവ്സ് ഇൻ ട്രോപ്പിക്കൽ മൗണ്ടൈൻ ഗ്രാസ്ലാൻഡ്സ്, ഷോല ഫോറസ്റ്റ് ആൻഡ് റോക്കി ഹൈ ഓൾട്ടിറ്റ്യൂഡ് റീജിയൻസ്. അപ്പോൾ ലൈക്ക് വെസ്റ്റേൺ ഗഡ്സിന്റെ ട്രോപ്പിക്കൽ മൗണ്ടൈൻ ഗ്രാസ്ലാൻഡ്സിലും ഷോല ഫോറസ്റ്റ് റീജിയൻസിലും അതേപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പൊതുവെ നമ്മൾ ഈ വരയാട്, ഈ നീലഗിരി വരയാടിന്റെ ഒക്കെ നമ്മൾ ലൈക്ക് പിക്ചേഴ്സ് കാണുമ്പോൾ ഇവർ റോക്കി ആയിട്ടുള്ള പാറകളുടെ ഒക്കെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ടുള്ള പിക്ചേഴ്സ് ആണ് കൂടുതൽ കാണുക. അപ്പൊ അതായത് റോക്കി ടെറൈൻസിലാണ് കാണുന്നത്. അപ്പൊ പിക്ചർ ഒന്ന് റിലേറ്റ് ചെയ്ത് വെക്കുക. The Erevikulam National Park in Kerala has the largest surviving population with the highest density of Nilgiri Thar. അപ്പോൾ ഏറ്റവും കൂടുതൽ നീലഗിരി താർ പോപ്പുലേഷൻ വരുന്ന എവിടെയാണ്? എരവിക്കുളം നാഷണൽ പാർക്കാണ്. നിങ്ങൾ മൂന്നാർ പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. Adaptation adapted to the cold, wet environments of high elevations. The species is diurnal and has high stress tolerance. അപ്പോൾ high stress tolerance ഇങ്ങനത്തെ ടേംസ് ഒക്കെ ചിലപ്പോൾ UPSC സ്റ്റേറ്റ്മെന്റിൽ ഇട്ട് തരും. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് നീലഗിരി താർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കാം. അഡൾട്ട് മെയിൽസ് ആർ ഓൾസോ നോൺ ആസ് സാഡിൽ ബാക്സ്. അഡൾട്ട് മെയിൽസ്, അതായത് ഈ നീലഗിരി താറിലെ അഡൾട്ട് മെയിൽസ് നമ്മൾ സാഡിൽ ബാക്സ് എന്നുള്ള പേരിലും പറയും. സാഡിൽ ബാക്സ് എന്ന് പറയാൻ കാരണം ഈ നീലഗിരി താർ പോലുള്ള അതിലെ അഡൾട്ട് മെയിൽസിൽ അവർക്ക് പുറകിലായിട്ട് ദേ ഹാവ് എ ലൈറ്റ് ഗ്രേ പാച്ച്. അവർക്ക് പുറകിലായിട്ട് ഒരു ഗ്രേ പാച്ച്, ലൈറ്റ് ഗ്രേ പാച്ച് വരുന്നതുകൊണ്ട് നമ്മൾ അതിനെ സാഡിൽ ബാക്സ് എന്നുള്ള പേരിലും പറയാറുണ്ട്. ദിസ് ഇസ് ദി ഓൺലി മൗണ്ടൈൻ ungulate സ്പീഷീസ് ഫൗണ്ട് ഇൻ സദേൺ ഇന്ത്യ. മൗണ്ടൈൻ ungulate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അവർ ടോസിൽ നടക്കുന്ന കൊമ്പുള്ള ആനിമൽസിനെ പറയുന്നതാണ് ungulates. അപ്പോൾ മൗണ്ടൈൻ ungulate ആയിട്ട് സൗതേൺ ഇന്ത്യയിലുള്ള ഒരേ ഒരു സ്പീഷീസ് ആണ് എന്ത്? നീലഗിരി താർ. അപ്പൊ നമ്മൾ ഈ ഓൺലി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പൊതുവെ പ്രിലിംസ് സോൾവ് ചെയ്യുമ്പോൾ ഓൺലി വന്നാൽ തെറ്റാൻ സാധ്യത കൂടുതലാണെന്നൊക്കെ നിങ്ങൾ പ്രിലിംസ് സോൾവിംഗ് ടെക്നിക്സ് ഒക്കെ രീതിയിൽ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഓൺലി വന്നാൽ എല്ലായ്പ്പോഴും തെറ്റുന്നല്ല അർത്ഥം, തെറ്റാനുള്ള സാധ്യത കൂടുതലാണെന്നാണ്. അപ്പോൾ ഓൺലി വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ പഠിക്കുന്ന കണ്ടന്റിൽ കാണുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കണം. അപ്പോൾ ഇവിടെ നീലഗിരി താരത്തിൽ ഓൺലി മൗണ്ടൈൻ ungulate ഫൗണ്ട് ഇൻ സദേൺ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ്. അല്ലെങ്കിൽ നമുക്കത് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തെറ്റായിട്ട് എടുക്കുക ചെയ്യാം. അപ്പോൾ അത് ശരിയാണ്. അപ്പൊ അത്തരത്തിൽ ഓൺലി വരുന്ന സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചു വെച്ചേക്കുക. ഇറ്റ് ഇസ് ഓൺലി മൗണ്ടൈൻ ungulate ഫൗണ്ട് ഇൻ സദേൺ ഇന്ത്യ. നീലഗിരി താർ കഴിഞ്ഞാൽ അടുത്തൊരാള് ഹൂലോക്ക് ഗിബ്ബൺ. ഹൂലോക്ക് ഗിബ്ബൺ എന്നുള്ള പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹൂലോക്ക് ഗിബ്ബൺ സിഗ്നിഫിക്കന്റ് ആണ്. എന്തുകൊണ്ടാണ് സിഗ്നിഫിക്കന്റ് ആവുന്നത്? ഹൂലോക്ക് ഗിബ്ബൺ ഇസ് ദി ഓൺലി ഏപ്പ് സ്പീഷീസ് ഫൗണ്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നമുക്ക് നാച്ചുറലി കാണുന്ന ഒരേ ഒരു ഏപ്പ് സ്പീഷീസ്, മങ്കി അല്ല ഏപ്പ് ആണ്. നമ്മൾ ആൾക്കുരങ്ങ് എന്ന് പറയില്ലേ, ഏപ്പ് സ്പീഷീസ് ഇന്ത്യയിൽ ഒരേ ഒരെണ്ണം ഉള്ളൂ, ദാറ്റ് ഈസ് ഹൂലോക്ക് ഗിബ്ബൺ. അതാണ് ഹൂലോക്ക് ഗിബ്ബന്റെ സിഗ്നിഫിക്കൻസ്. ഓക്കെ, ഹൂലോക്ക് ഗിബ്ബൺ IUCN റെഡ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എൻഡേഞ്ചേർഡ് ആണ്. സൈറ്റ്സിൽ അപ്പൻഡിക്സ് 1 ആണ്. WPA ഷെഡ്യൂൾ 1 ആണ്. അപ്പോൾ IUCN റെഡ് ലിസ്റ്റിലെ എൻഡേഞ്ചർ ആണ് ആര്? ഹൂലോക്ക് ഗിബ്ബൺ. ഇതാണ് ഹൂലോക്ക് ഗിബ്ബൺ, ഓൺലി ഏപ്പ് സ്പീഷീസ് ദാറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഇന്ത്യ. അപ്പോൾ നോക്കാം, ദി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫ് ദി നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് NBWL. NBWL അറിയാമായിരിക്കും, എല്ലാവരും വായിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. WPA പ്രകാരം വന്ന ബോഡിയാണ് NBWL, നാഷണൽ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫ്. Okay, WPA പ്രകാരം വന്ന നാഷണൽ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫ് chaired by the Union Environment Minister has approved a proposal to carry out oil and gas exploration in the eco-sensitive zone of Holangapur Gibbon Wildlife Sanctuary in Assam.
അപ്പൊ ഒലങ്കപ്പൂർ ഗിബോൺ വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെ നോർത്ത് വെക്കുക, എവിടെയാണ്? ആസാം. അപ്പോൾ അവിടെ നിങ്ങൾ ഒരു പക്ഷേ പ്രൊട്ടക്റ്റഡ് ഏരിയ നെറ്റ്വർക്സ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഈ പ്രൊട്ടക്റ്റഡ് ഏരിയസിൽ എന്തെങ്കിലും കാര്യമായ ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ ആരുടെ പെർമിഷൻ വേണം? നാഷണൽ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫ് പെർമിഷൻ വേണം. അപ്പോൾ റീസെന്റ് നാഷണൽ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫ് ഹൊലങ്കപ്പാർ ഗിബോൺ സാങ്ച്വറി ദാറ്റ് ഇസ് ഇൻ ആസാം, ആ സാങ്ച്വറിയിൽ ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ട് എന്ത് കൊടുത്തു? പെർമിഷൻ കൊടുത്തു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ അതുകൊണ്ടാണ് അവിടുത്തെ മേജർലി കൺസേർഡ് സ്പീഷീസ് ആയ ഹൂലോക്ക് ഗിബൺ ന്യൂസിൽ വരാൻ കാരണം. അപ്പോൾ ഹൂലോക്ക് ഗിബൺ നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ ദി ഓൺലി ഏപ്പ് സ്പീഷീസ് ദാറ്റ് ഇസ് ഫൗണ്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരേ ഒരു ഏപ്പ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഹൂലോക്ക് ഗിബൺ ആണ്. ഹൂലോക്ക് ഗിബൺസ് ആർ ദി സെക്കൻഡ് ലാർജസ്റ്റ് ഓഫ് ദി ഹിബൺസ് ആഫ്റ്റർ ദി സിയാമാങ്. ഓക്കെ, ഗിബൺ ഫാമിലിയിൽ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് ആണ് ഹൂലോക്ക് ഗിബൺ ആഫ്റ്റർ സിയാമാങ് എന്ന സ്പീഷീസിന് ശേഷം. ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗിബൺസ് ആർ സിമിലർ ഇൻ സൈസ് but differ significantly in coloration. Males are black with striking white brows, while females have grey brown fur, darker at the chest and neck. മെയിലും ഫീമെയിലും കണ്ടു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലർ സൈസ് ആണ്, പക്ഷെ കളറേഷനിൽ വ്യത്യാസമുണ്ട്, കളറിൽ വ്യത്യാസമുണ്ട്. എന്താ പറയുന്നത്? മെയിൽസ് കുറച്ച് ബ്ലാക്ക് ആണ്, ഒരു വൈറ്റ് ബ്രോസ് ആയിട്ടുള്ള ബ്ലാക്ക് കളറാണ് മെയിൽസ്. ഫീമെയിൽസ് ഗ്രേ ബ്രൗൺ കളറാണ് വിത്ത് ഡാർക്കർ പാർട്ട് അറ്റ് ദി ചെസ്റ്റ്. They are diurnal and arboreal. Diurnal എന്ന് പറഞ്ഞല്ലോ രാത്രി എണീറ്റ് ധരിക്കുന്നത്. Arboreal means മരങ്ങളിൽ സഞ്ചരിക്കുന്ന ഏപ്പാണല്ലോ. Endemic to the northeastern India. The two distinct species in India's northeast, the eastern Hoolock gibbon and western Hoolock gibbon. അപ്പോൾ ഇന്ത്യയിലുള്ള Hoolock gibbon നമ്മൾ ഈസ്റ്റേൺ Hoolock gibbon എന്നും വെസ്റ്റേൺ Hoolock gibbon എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് Hoolock gibbon. ഇനി മറ്റൊരു സ്പീഷീസ് ന്യൂസിൽ വന്നത് ഫിഷിംഗ് ക്യാറ്റ് ആണ്. ഓക്കെ, ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞ് പോവാ. ഓക്കെ, ഫിഷിംഗ് ക്യാറ്റ് ആണ്. ഫിഷിംഗ് ക്യാറ്റ് നമ്മൾ നോക്കുമ്പോൾ നോർമൽ ക്യാറ്റ് പോലെ തന്നെ ഉണ്ട്, പക്ഷെ നോർമൽ ക്യാറ്റിനേക്കാൾ വലിപ്പം കൂടുതലാണ് ഫിഷിംഗ് ക്യാറ്റ്. IUCN റെഡ് ലിസ്റ്റ് സ്റ്റാറ്റസ് വൾണറബിൾ ആണ്, അത്ര പ്രശ്നമൊന്നുമില്ല. സൈറ്റ്സിൽ അപ്പൻഡിക്സ് 2 ആണ്. നമ്മൾ എന്റെ ഓർമ്മ ശരിയാണ്, ആദ്യം ഒരു അപ്പൻഡിക്സ് 2 സ്പീഷീസ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ദെൻ WPA ഷെഡ്യൂൾ 1 തന്നെയാണ്. അപ്പൊ ഫിഷിംഗ് ക്യാറ്റ് എന്നുള്ള പേര് തന്നെ മനസ്സിലാക്കണം എന്താണ്? ഫിഷ് ഇവർ വൺ ഓഫ് ദി മേജർ ഫുഡ് ആയിരിക്കും. ഫിഷ് വൺ ഓഫ് ദി മേജർ ഫുഡ് ആണെങ്കിൽ ഇവർ എവിടെയാണ് കാണാൻ പറ്റുക? വെറ്റ്ലൻഡ്സിന്റെ അടുത്തായിരിക്കും കൂടുതൽ കാണാൻ പറ്റുക, അല്ലെ? എന്നാലും ഇവർക്ക് മീൻ പിടിക്കാൻ പറ്റുള്ളൂ. കടലിൽ പോയി മീൻ പിടിക്കുന്ന പൂച്ചയെ പറ്റി കേട്ടിട്ടില്ലല്ലോ. വെറ്റ്ലൻഡ്സിന് അടുത്തുള്ള സ്ഥലത്ത് നിന്ന് ഫിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ സ്ഥലത്തായിരിക്കും ഇവരുടെ പോപ്പുലേഷൻ എന്നുള്ള കാര്യം ഒന്ന് ബേസിക്കലി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, സോ ഇതെന്തുകൊണ്ടാണ് ന്യൂസിൽ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യസ് ഫസ്റ്റ് ഫിഷിംഗ് ക്യാറ്റ് കോളറിംഗ് പ്രൊജക്ട്, നമ്മൾ ആദ്യമായിട്ട് ഫിഷിംഗ് ക്യാറ്റ്സിന് കോളർ ചെയ്തുകൊണ്ടുള്ള പ്രൊജക്ട്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ലൈക്ക് പാനക്കൊമ്പന് കോളർ ചെയ്ത പോലെ, അല്ലെങ്കിൽ നമ്മുടെ ചീറ്റേഴ്സിന് കോളർ ചെയ്ത പോലെ ഫിഷിംഗ് ക്യാറ്റ് കോളറിംഗ് പ്രൊജക്ട് ഇറ്റ് ടുക്ക് പ്ലേസ് ഇൻ കൊരിങ്ക വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻ ആന്ധ്രാപ്രദേശ്. അപ്പൊ കൊരിങ്ക വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെയാണ് ഓർത്ത് വെക്കുന്നത്? എവിടെ കൊരിങ്ക വൈൽഡ് ലൈഫ് സാങ്ച്വറി? ആന്ധ്രാപ്രദേശിൽ. അപ്പൊ ആന്ധ്രാപ്രദേശിലെ കൊരിങ്ക വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇസ് ഫേമസ് ഫോർ ഫിഷിംഗ് ക്യാറ്റ്. അപ്പൊ അവിടെ ഫിഷിംഗ് ക്യാറ്റ് സ്പീഷീസിന് ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു കോളറിംഗ് പ്രൊജക്ട് നമ്മൾ കൊണ്ടുവന്നു. ഫിഷിംഗ് ക്യാറ്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ട്വൈസ് ദ സൈസ് ഓഫ് എ ഹൗസ് ക്യാറ്റ്. ഒരു നോർമൽ ഹൗസ് ക്യാറ്റിന്റെ ഇരട്ടി വലിപ്പമുണ്ടെന്നാണ് പറയുന്നത്. The fishing cat is nocturnal, as I told you, they are active at night, and apart from fish also preys on frogs, crustaceans, snakes, birds and scavengers or carcasses of large animals. അപ്പോൾ ഫിഷസിന് മാത്രമല്ല, ഫ്രോഗ്സിന് ആയിക്കോട്ടെ, ഈ പറയുന്ന ക്രാബ് പോലുള്ള ആനിമൽസ് ആയിക്കോട്ടെ, അതേപോലെ സ്നേക്സ് ആയിക്കോട്ടെ, അതേപോലെ സ്കാവഞ്ചർ ആയിട്ടും ബേസിക്കലി വർക്ക് ചെയ്യുന്നുണ്ട് ആര്? ഫിഷിംഗ് ക്യാറ്റ് എന്ന് പറയുന്നത്. The species breed all year round. They spend most of their lives in areas of dense vegetation close to water bodies and are excellent swimmers. അപ്പൊ അവരുടെ ലൈഫ് പൊതുവെ എവിടെയാണ്? വാട്ടർ ബോഡീസിന് ചേർന്നുള്ള സ്ഥലത്താണ്. അപ്പൊ ഈ കൊരിങ്ക വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏകദേശം നമ്മുടെ ഗോദാവരി ഡെൽറ്റ, ഗോദാവരി റിവറിന്റെ ഭാഗത്തൊക്കെയാണ്. അപ്പൊ അത്തരത്തിൽ വാട്ടർ ബോഡീസിന്റെ അടുത്തായിരിക്കും പൊതുവെ ഇവരുടെ ഇവർ ജീവിക്കുന്നത്. ഫിഷിംഗ് ക്യാറ്റ്സ് ഹാവ് എ പാച്ചി ഡിസ്ട്രിബ്യൂഷൻ അറൌണ്ട് ഈസ്റ്റേൺ ഗസ്റ്റ്. They abound in estuarine floodplains, tidal mangrove forests and also inland freshwater habitat. അപ്പോൾ കൂടുതൽ കാണുന്ന ഈസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗത്താണ്. ആന്ധ്രാപ്രദേശായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം, ദാറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ. ഇനി ആഫ്രിക്കൻ എലിഫന്റ്സ്. ഓക്കെ, ആഫ്രിക്കൻ എലിഫന്റ്സ് ന്യൂസിൽ വന്നിരുന്നു. IUCN റെഡ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എൻഡേഞ്ചേർഡ് എന്നും പറഞ്ഞിട്ടുണ്ട്, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്ന് പറയുന്നുണ്ട്. അതെന്താണ് ഞാൻ പറയാമേ. സൈറ്റ്സിൽ അപ്പൻഡിക്സ് 1 ആണ്. WPA ആഫ്രിക്കൻ എലിഫന്റിനെ പറ്റി നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല, കാരണം എന്താ? അത് ആഫ്രിക്കയിലുള്ള കാര്യമല്ലേ, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ IUCN എൻഡേഞ്ചേർഡ്, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ഉണ്ട്. സൈറ്റ്സിൽ അപ്പൻഡിക്സ് 1 ആണ് ആഫ്രിക്കൻ എലിഫന്റ്സ്. നമുക്ക് നോക്കാം ആഫ്രിക്കൻ എലിഫന്റ്സ് ന്യൂസിൽ വരാൻ കാരണം there is a decline in population. African elephants decline in population. African elephants നോക്കിയാൽ they are the largest land mammals
നേറ്റീവ് ടു സബ് സഹാറൻ ആഫ്രിക്ക. ഇവിടെ എവിഡന്റ് ആയിട്ട് പറയാൻ പറ്റില്ല ലാർജസ്റ്റ് ലാൻഡ് മാമൽസ് എന്ന്. കാരണം നമ്മൾ ലാർജസ്റ്റ് ലാൻഡ് മാമലായി പറയുന്ന ആരാണ്? എലിഫന്റിന് തന്നെയാണ്. പക്ഷേ ഏഷ്യാറ്റിക് എലിഫന്റിനൊക്കെ വലുപ്പം കൂടുതലുള്ള ആഫ്രിക്കൻ എലിഫന്റിന്. സോ ലാർജസ്റ്റ് ലാൻഡ് മാമൽസ് നേറ്റീവ് ടു സബ് സഹാറൻ ആഫ്രിക്ക. 2 സബ് സ്പീഷീസ്, ഒന്ന് ആഫ്രിക്കൻ ബുഷ് എലിഫന്റ് ആൻഡ് ആഫ്രിക്കൻ ഫോറസ്റ്റ് എലിഫന്റ്. 2 സബ് സ്പീഷീസ് ഉണ്ട്. ഒന്ന് ആഫ്രിക്കൻ ബുഷ് എലിഫന്റും ആഫ്രിക്കൻ ഫോറസ്റ്റ് എലിഫന്റും. ആഫ്രിക്കൻ ബുഷ് എലിഫന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ആഫ്രിക്കയിലെ ഗ്രാസ് ലാൻഡ്സിൽ കൂടുതൽ കാണുന്ന ടൈപ്പ് ഓഫ് എലിഫന്റ്സ് ആണ്. ഫോറസ്റ്റ് എലിഫന്റ് കാടുകളിൽ കാണുന്നത്. അപ്പൊ ഇതിൽ ബുഷ് എലിഫന്റ് ആണ് എൻഡേഞ്ചേർഡ് സ്പീഷീസിൽ വരുന്നത്. നേരെ മറിച്ച് ഫോറസ്റ്റ് എലിഫന്റ് ആണെങ്കിൽ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസിൽ വരുന്നു. ഓക്കെ, സോ ബുഷ് എലിഫന്റ്സ് എൻഡേഞ്ചേർഡ് സ്പീഷീസിലും ഫോറസ്റ്റ് എലിഫന്റ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ്. അതാണ് 2 കാര്യം പറയാനുള്ള കാരണം. Habitat found in savannas, forest, grasslands and regions, rainforest, arid regions and woodlands like Mopane and Miombo. ആഫ്രിക്കയിലെ നമ്മുടെ കലഹാരി ഡെസേർട്ടിന്റെ ഭാഗത്ത്, ചുറ്റുമുള്ള ഭാഗത്ത്, ഗ്രാസ് ലാൻഡ്സിന്റെ ഭാഗത്ത്, ഫോറസ്റ്റ് റീജിയനിലെ എല്ലായിടത്തുമായിട്ട് ഇവരെ കാണാൻ പറ്റും. ലൈക്ക് യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ദി ഒക്കോവാംഗോ സ്വാംസ്. ഒക്കോവാംഗോ സ്വാംസ് ആഫ്രിക്കയിൽ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടോ? വളരെ ഫേമസ് ആണ്. ഒക്കോവാംഗോ സ്വാംസിൽ നിന്ന് മൈൽസ് നടന്ന് മൈഗ്രേറ്റ് ചെയ്യുന്ന ആഫ്രിക്കൻ എലിഫന്റ്സിന്റെ സ്റ്റോറിയൊക്കെ ലൈക്ക് ഹിന്ദുവിൽ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. ഓക്കെ, സോ ഒക്കോവാംഗോ സ്വാംസ്. ഓക്കെ, സോ ലൈക്ക് അത്തരത്തിൽ ഫോറസ്റ്റ് റീജിയനിലും ഗ്രാസ് ലാൻഡ് റീജിയനിലും കമ്പാരിറ്റീവ് ഡ്രൈ റീജിയനിലും ഒക്കെ നമുക്ക് വരെ കാണാൻ പറ്റും ആരെ? ആഫ്രിക്കൻ എലിഫന്റ്സിനെ. കീ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ഫിംഗർ ലൈക്ക് പ്രോസസ്സസ് അറ്റ് ദി ട്രങ്ക്സ് ടിപ്പ്. നമ്മൾ ഏഷ്യാറ്റിക് എലിഫന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിനൊറ്റ സിംഗിൾ ലൈക്ക് അവരുടെ തുമ്പിക്കൽ ഒരു സിംഗിൾ ഫിംഗർ പോലെ ഒരു സ്ട്രക്ചർ ഉണ്ടാവുക. ഇവിടേക്ക് 2 ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവും. ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഹാവ് ടസ്ക് വിത്ത് ദി ഫോറസ്റ്റ് എലിഫന്റ്സ് ടസ്ക് ബീങ് സ്മോളർ ആൻഡ് ഡാർക്കർ. ഓക്കെ, നമ്മൾ നാട്ടിൽ പറയും മെയിൽസിനാണ് ടസ്ക് ഉണ്ടാവുക, കൊമ്പ് ഉണ്ടാവുക, ഫീമെയിൽസിന് ലൈക്ക് ഫീമെയിൽ എലിഫന്റ്സിന് ഉണ്ടാവില്ല. പക്ഷെ ആഫ്രിക്കൻ എലിഫന്റിൽ മെയിലിനും ഫീമെയിലിനും ഉണ്ടാവും. ഫോറസ്റ്റ് എലിഫന്റ് ടസ്ക് കുറച്ചുകൂടി ചെറുതാണ് കമ്പയർ ടു ബുഷ് എലിഫന്റ്. ബിഹേവിയർ നോക്കിക്കഴിഞ്ഞാൽ lives in family units led by adult females with strong social bonds. ഓക്കെ, ഈ ലൈക്ക് തുടരുന്ന സിനിമയിൽ മോഹൻലാൽ പറയുന്നില്ലേ, ആന കൂട്ടമായി നടന്നു കഴിഞ്ഞാൽ സേഫ് ആണ്, ഒറ്റയാനായി വരുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ ശ്രദ്ധിക്കുക, ലൈക്ക് എലിഫന്റ്സ് എപ്പോഴും എന്താണ്, they move as a herd, ഒരു കൂട്ടമായിട്ടാണ് നടക്കുക. കൂട്ടമായിട്ട് നടക്കുമ്പോൾ ആ കൂട്ടത്തിലെ ഏറ്റവും എൽഡസ്റ്റ് ഫീമെയിൽ ആണ് അവരുടെ ലീഡർ. ദേ ഫോളോ മെട്രിയാർക്ക് എന്നാണ് പറയാം. ഓക്കെ, ദി എൽഡസ്റ്റ് എമംഗ് ദി ഫീമെയിൽ ലൈക്ക് എൽഡസ്റ്റ് ഫീമെയിൽ ഇൻ ദാറ്റ് ഹേർഡ് വിൽ ബി ദ ലീഡർ. അപ്പൊ ഫീമെയിൽ ലീഡർ ആണ് നോക്കുക. ലെഡ് ബൈ അഡൾട്ട് ഫീമെയിൽസ് വിത്ത് സ്ട്രോങ് സോഷ്യൽ ബോണ്ട്സ്. They have lower sleep time among animals, around 2 hours a day. Okay, 2 മണിക്കൂർ മാസം ഒരു ദിവസം ഉറങ്ങുന്ന ലൈക്ക് lower sleep time ആണുള്ളത്. They have long gestation period of 2 years. Cows are nurtured by mothers. അവർ gestation period, ഗർഭകാലാവധി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 2 years ആണ്. 22 months ഓളം വരും. ഇത് ഏഷ്യാറ്റിക് എലിഫന്റ് വരുന്നത് നമുക്ക് അവിടെ നോക്കാം. ഓക്കെ, 22 മാസത്തോളം വരുന്ന gestation period ഉണ്ട്. കാവ്സിന് ആരാ നോക്കുന്നത്? മദേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഏഷ്യാറ്റിക് എലിഫന്റ് നോക്കാം. ഏഷ്യാറ്റിക് എലിഫന്റ് IUCN റെഡ് ലിസ്റ്റ് നോക്കിയാൽ എൻഡേഞ്ചർ ആണ്. സൈറ്റ്സ് അപ്പൻഡിക്സ് 1 ആണ്. WPA ഷെഡ്യൂൾ 1 ആണ്. ഓക്കെ, ഏഷ്യാറ്റിക് എലിഫന്റ്. ഏഷ്യാറ്റിക് എലിഫന്റ് ഈ പിക്ചർ എല്ലാവർക്കും കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു. നമ്മുടെ കേരളത്തിലെ ഫേമസ് ആയ ഒരാളാണ്. ഓക്കെ, സോ ഏഷ്യാറ്റിക് എലിഫന്റ് നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യൻ എലിഫന്റ്സ് ആർ കാറ്റഗറൈസ്ഡ് ഇൻടു 3 സബ് സ്പീഷീസ്: ഇന്ത്യൻ, സുമാത്രൻ ആൻഡ് ശ്രീലങ്കൻ. സോ ഇന്ത്യ ലൈക്ക് ഏഷ്യയിലെ എലിഫന്റ്സ് ആക്ച്വലി സൗത്ത് ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ രാജ്യങ്ങളാണുള്ളത്. 3 ക്ലാസിഫൈ ചെയ്യാം: ഇന്ത്യൻ എലിഫന്റ്, സുമാത്രൻ എലിഫന്റ്, ശ്രീലങ്കൻ എലിഫന്റ്. As the largest terrestrial mammal in Asia, Asiatic elephants inhabited grasslands and forests across 13 countries in South and Southeast Asia, adapt to various environments from dry to wet. അപ്പൊ സൗത്ത് ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലാണ് മേജർലി. ഏകദേശം 13ഓളം രാജ്യങ്ങളിലായിട്ട് സ്പ്രെഡ് ആയി കിടക്കുന്നു എലിഫന്റ് പോപ്പുലേഷൻ. Compared to African savanna elephants, Asian elephant herds are notably smaller in size. ആഫ്രിക്കയിലെ ഒരു ഹേർഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എലിഫന്റ്സ് ഉണ്ടാവും. ഏഷ്യയിൽ അതിനേക്കാൾ കുറവായിരിക്കും. Within elephant herds, the largest and oldest female known as the matriarch assume leadership and decision making. Okay, ആ കൂട്ടത്തിലെ ഏറ്റവും ലാർജസ്റ്റും ഓൾഡസ്റ്റ് ആയ ഫീമെയിൽ ആയിരിക്കും എന്താ ലീഡ് ചെയ്യുന്നുണ്ടാവുക. അവരെ നമ്മൾ മെട്രിയാർക്ക് എന്ന് വിളിക്കും. Asian elephants have the longest known gestation period among mammal, lasting up to 680 days, 22 months. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം തന്നെ. Female elephants typically give birth to calves every 4 years between the ages of 14 to 45. The interval increases to 5 years age 52 and 6 years of age by 60. അതായത് 14 മുതൽ 45 വയസ്സിനിടയ്ക്ക് 4 വർഷം കൂടുമ്പോൾ ലൈക്ക് ദേ വിൽ ബി ഗിവിംഗ് ബർത്ത്. 45 വയസ്സ് തൊട്ട് 52 വയസ്സ് വരെ ഓരോ 5 വർഷം കൂടുമ്പോൾ, 52 to 60 വയസ്സ് വരെ ഓരോ 6 വർഷം കൂടുമ്പോൾ, ഏകദേശം 60 വയസ്സ് വരെ ദേ വിൽ ബി ഗിവിംഗ് ബർത്ത്. There are 33 elephant reserves in India. ഏറ്റവും കൂടുതൽ വരുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. ലൈക്ക് എലിഫന്റ് റിസർവ്സിന്റെ എണ്ണം ഏറ്റവും കൂടുതൽ എലിഫന്റ്സ് വരുന്നത് എവിടെയാണ്?
കർണാടകയിലാണ്. 2017 സെൻസസ് പ്രകാരം കർണാടകയിലാണ്. ഇതൊക്കെ പ്രീവിയസ് ഇയർലി ഒരു ചോദ്യത്തിൽ UPSC ചോദിച്ചു. ഐ തിങ്ക് 2020 ഒരു ചോദ്യം ഉണ്ടായിരുന്നതാണ്. എലിഫന്റ് ആണ് ഏറ്റവും കൂടുതൽ ജസ്റ്റേഷൻ പീരീഡ്. ഏറ്റവും കൂടുതൽ എലിഫന്റ്സ് വന്ന് കേരളയിലാണ്. കേരള കർണാടകയാണ്. ഫീമെയിൽ ലെഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ UPSC മുന്നേ ചോദിച്ചിരുന്നു. ഇതാണ് ഏഷ്യാറ്റിക് എലിഫന്റ്. അപ്പൊ നമ്മൾ ഇഫ് യു ഗോ ത്രൂ ലൈക്ക് നമ്മൾ ഡിഫറൻസ് ഒന്ന് നോക്കുകയാണെങ്കിൽ ആഫ്രിക്കൻ എലിഫന്റ് ഏഷ്യാറ്റിക് എലിഫന്റ് ഡിഫറൻറ്റ് നോക്കുകയാണെങ്കിൽ ആഫ്രിക്കൻ എലിഫന്റ് ലാർജ് ഇയേഴ്സ് ആണ്, അതായത് ഏകദേശം ആഫ്രിക്കയുടെ ഷേപ്പ് തന്നെയുള്ള ഇയേഴ്സ് ആണെന്നാണ് പറയുന്നത്. ഏഷ്യാറ്റിക് എലിഫന്റിന് സ്മോൾ ഇയേഴ്സ് ആണ്. ആഫ്രിക്കൻ എലിഫന്റ്സിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രങ്കിൽ 2 ടിപ്പ് ഉണ്ട്. ഏഷ്യാറ്റിക് എലിഫന്റിന് സിംഗിൾ ടിപ്പേ ഉള്ളൂ. ആഫ്രിക്കൻ എലിഫന്റ്സിന്റെ ഹെഡ് നോക്കിക്കഴിഞ്ഞാൽ സിംഗിൾ ഡോം ആണ്. ഏഷ്യാറ്റിക് എലിഫന്റ്സിന് ട്വിൻ ഡോം ആണ്. ട്വിൻ ഡോം ഇൻ ദ സെൻസ് ലൈക്ക് ഇപ്പൊ ആനയുടെ മസ്തകം എന്നൊക്കെ പറഞ്ഞ് ലൈക്ക് നിങ്ങൾ ഒരു പക്ഷെ കണ്ടിട്ടുണ്ടോ, അതായത് ഇങ്ങനെയാണ് ലൈക്ക് ഇന്ത്യൻ എലിഫന്റ്സിന്റെ ഒരു ഹെഡിന്റെ ഷേപ്പ് വരുന്നത്. അതായത് 2 ഡോംസ് ഉണ്ട്. ആഫ്രിക്കൻ എലിഫന്റ്സിനാണെങ്കിൽ ഇങ്ങനെ ഒരു സിംഗിൾ ഡോമേ ഉണ്ടാവുകയുള്ളൂ. ഹൈറ്റ് കൂടുതൽ ആർക്കാണ്? ആഫ്രിക്കൻ എലിഫന്റ്സ് ആണ്. 9 to 13 feet. അപ്പുറത്ത് ഏഷ്യാറ്റിക് എലിഫന്റിന് കുറവാണ്. വെയിറ്റും കൂടുതൽ ആർക്കാണ്? ആഫ്രിക്കൻ എലിഫന്റ് ആണ്. ഏഷ്യാറ്റിക് എലിഫന്റിന് കുറവാണ്. ഓക്കെ, സോ ലൈക്ക് ഇത്രയും സ്പീഷീസ് നമ്മളിപ്പോ ഏഷ്യാറ്റിക് എലിഫന്റ്സ് വരെയുള്ള സ്പീഷീസിന്റെ കാര്യമാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, ഇനിയുമുണ്ട് കുറച്ചുകൂടി സ്പീഷീസ് ന്യൂസ് നോക്കാനുണ്ട്. സോ ലൈക്ക് we will be seeing regarding the next set of species in the another video. Like we will see in part 2. Thank you.